നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ. ഞങ്ങളുടെ വിഷയം ഷൈനിയെ സംബന്ധിച്ചാണ്. ഷൈനിയെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വരുന്ന ദിവസം ഒരു 40 കോളുകളാണ് ഞങ്ങൾ സ്ത്രീകളും ഒക്കെ നിലവിളിച്ചുകൊണ്ട് ഞങ്ങളോട് പറയുന്നത്. ഒരു ദിവസം ഒരു ന്യൂസെങ്കിലും ഇട്ടണേ എന്നാണ് പറയുന്നത്. കാരണം ഇതിനകത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഈ വിഷയത്തിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ വിഷയം വളരെ നിസ്സാരമല്ല. അപ്പം ഞങ്ങൾക്ക് ഈ ചർച്ചയിലേക്ക് വീണ്ടും കിടക്കാം. സോണി, ഈ ഷൈനിയുടെ വിഷയത്തിൽ നമുക്ക് നീതി നേടിക്കൊടുക്കുക എന്നത് നമ്മുടെ ഒരു കർത്തവ്യമാക്കിയിട്ട് ആൾക്കാർ വെച്ചിരിക്കുകയാണ്. എന്താണ് നമുക്ക് മുന്നോട്ടുള്ള വഴികൾ? എന്താണ് സോണിയുടെ കാഴ്ചപ്പാട്? അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ UK ചാരിറ്റബിൾ സൊസൈറ്റി ഷൈനിക്ക് വീട്ടാനുള്ള കടം വീട്ടി എന്ന് പറയുന്നു. പക്ഷേ ഇവർക്കൊരു സമരമോ അല്ലെങ്കിൽ ഇപ്പം ആശാ വർക്കേഴ്സൊക്കെ തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നുണ്ട്. സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ ഈ ആശാ വർക്കേഴ്സ് സമരം ചെയ്യുന്നുണ്ട്. എന്താണ് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം കിട്ടാത്തതിൻ്റെ പേരിൽ അവകാശങ്ങൾക്ക് വേണ്ടി അവർ സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം കിടക്കും. അപ്പോൾ അവരുടെ ഭർത്താക്കന്മാരും ഒരു തടസ്സം നിൽക്കുന്നില്ല. കാരണം അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അത് അവർ സപ്പോർട്ട് ചെയ്യും. വീട്ടിലെ കുടുംബങ്ങൾ അവർ പോകാതിരിക്കുന്നില്ല. അവർക്ക് ഈ ആശാ വർക്കേഴ്സിന് മക്കളുണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടായിരിക്കും, ജോലിക്കാരായ മക്കളുണ്ടാവും. അപ്പോൾ അവർക്കൊന്നും ഒരു തടസ്സം ഉണ്ടാകാതെ തന്നെ ഈ ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റ് നടയിൽ ദിവസങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു ആനുകൂല്യങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഇങ്ങനൊരു സമരം തൊടുപുഴയിൽ നടന്നിരുന്നെങ്കിൽ, ഇപ്പം കിട്ടാനുള്ള ഈ ഒരു ഫണ്ടിന് വേണ്ടി ഈ 13 കുടുംബിനികൾ അവിടെ നടത്തിയിരുന്നെങ്കിൽ, ഈ നോബിയുടെ വീടിൻ്റെ മുന്നിൽ നടത്തിയിരുന്നെങ്കിൽ അവർക്ക് പുഷ്പം പോലെ ഈ പൈസ കൊടുക്കില്ലായിരുന്നു. ഇത് വലിയൊരു ആകത്തില്ലായിരുന്നോ എന്നുള്ള ഒരു വീക്ഷണമാണ് എനിക്കുള്ളത്. കാരണം ഇതുപോലെ ഒതുങ്ങുമായിരുന്നോ ഈ ഒരു വിഷയം? അല്ല, അത് വളരെ സത്യമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം എന്നോട് വേറൊരാളും പറയുണ്ടായി, അവർക്ക് ഈ 13 പേരുടെ പൈസ കൊടുത്തപ്പം അവിടുത്തെ ആ എതിർപ്പിൻ്റെ ഒരു പരിധി വരെ അടങ്ങി. അവർക്ക് ആ പൈസ കിട്ടി. ആ സ്ത്രീകൾ അവർ വളരെ ഹാപ്പി. അവരുടെ കാര്യം കഴിഞ്ഞു. അപ്പം ശരിയായിട്ടും ഒരു കുടുംബത്തിന് നേരെ ഉയരേണ്ട ശബ്ദങ്ങളെയാണ് ഇവർ നിശബ്ദമാക്കിയത് എന്ന് കഴിഞ്ഞ ദിവസം എന്നോടൊപ്പം ചർച്ച ചെയ്ത സിറീഖ് സാർ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അത് 13 കുടുംബങ്ങൾ എന്നത് അവരുടെ ആ പണം അവർക്ക് കൊടുത്തതോട് കൂടി കോടതിയിൽ അവർ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജാമ്യം കിട്ടാൻ നേരത്ത് കോടതിയിൽ വക്കീല് പറഞ്ഞ സംഭവം ഷൈനി ആത്മഹത്യ ചെയ്തത് പീഡനം കൊണ്ടോ ഭർത്താവിൻ്റെ പീഡനം കൊണ്ടൊന്നുമല്ല, ഈ ലോൺ അടച്ചു തീർക്കുന്നത് എങ്ങനെയെന്നുള്ള മനപ്രയാസം കൊണ്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞു. അത് ഷൈനിയുടെ ലോണാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം അവിടെ നടന്നു. ടോം ജോസ് തടിയമ്പാട് എന്ന് പറയുന്ന ഞങ്ങൾക്കറിയാവുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ അത് അബദ്ധത്തിലോ അനവസരത്തിലോ ആയിപ്പോയി എന്നുള്ളതാണ്. അദ്ദേഹം ധാരാളം ചാരിറ്റികൾ ചെയ്യുന്ന ഒരു ആളാണ്. ഞങ്ങൾ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോഴൊക്കെ ധാരാളം ആൾക്കാർക്ക് കൈപിടിച്ച് ഉയർത്തി കൊടുക്കുന്ന ഒരാളാണ്. അപ്പം ഈ ചർച്ച പോകുമ്പോൾ അദ്ദേഹത്തെ ആരും കല്ലെറിയാൻ നിൽക്കേണ്ട. പക്ഷേ അത് വരുത്തി വെച്ച വിന എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പം നോബിയച്ചൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഇത് മറ്റൊരു സൈഡിൽ കൂടെ ഈ കുടുംബശ്രീക്ക് കൊടുത്തതാന്ന് വരെ ആരോപണം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു വോയിസ് എനിക്ക് വന്നത് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. കാരണം അത് ശരിയായിട്ട് ചാരിറ്റി പിരിവ് ആയിരുന്നില്ല. അവർ നോബി അച്ഛനുമായിട്ട് ഇത് കൂടിയിട്ട് നോബി അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഈ പണം വാങ്ങിച്ച് കൊടുത്ത് ഈ സംഭവം ഒതുക്കിയതാണ്. അപ്പോൾ അവർ നേരിട്ട് കൊടുത്ത് അവരുടെ ആണ് എന്ന് പറയണ്ടായല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒതുക്കിയതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള തെറ്റിദ്ധാരണകൾക്ക് ഇടയായി. അതേപോലെ തന്നെ കോടതിയിൽ വക്കീലിന് ഇങ്ങനെയുള്ള ഒരു കാര്യം സ്ഥാപിക്കാൻ ഇടയായി. ഇതൊക്കെയാണ് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഇതിനകത്ത് ഇനി ഈ വിഷയത്തിന് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ വരികയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 18 മണിക്കൂറായി. അവർ കുട്ടികൾ ആഹാരം കഴിച്ചത് 18 മണിക്കൂർ മുമ്പാണ് എന്നാണ് പറയുന്നത്. അതായത് രാത്രിയിൽ അവർ ആഹാരം കഴിച്ചിരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് രാത്രിയിൽ ആഹാരം കഴിക്കാതിരുന്നത്? അത് അങ്ങനെ ഒരു പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട് എന്ന് അതും നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് വരേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ പോലീസിൻ്റെ ശ്രദ്ധയിലേക്കും ഇത് വലിയൊരു വിഷയമായി വരേണ്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഫണ്ട് ഒരു മരവിപ്പിച്ച് വെച്ചിരുന്നെങ്കിൽ നടന്നിരുന്നേനെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഷൈനിയുടെ ഭർത്താവിൻ്റെ കുടുംബക്കാർക്ക് അനുകൂലമാകുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആ കുടുംബത്തിന് വേണ്ടി ഷൈനി ചെലവാക്കിയ തുക മുഴുവൻ UK ചാരിറ്റബിൾ സൊസൈറ്റി ഇപ്പോൾ കൊടുത്തിരിക്കുന്നു. കാരണം അവർ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അവർക്ക് കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടി ഈ വനിതകൾ, ഈ 13 കുടുംബിനികൾ ആ ഭവനത്തിന് മുന്നിൽ സമരം ചെയ്തിരുന്നെങ്കിൽ തൊടുപുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സാംസ്കാരിക സംഘടനകളും അവർക്കൊപ്പം നിന്നേനെ. ഇതൊരു വലിയ പത്രമാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് വന്നേനെയും അവിടെ ഒരു ഷൈനിയുടെ അല്ലെങ്കിൽ നോബിയുടെ വീടിന്റെ വാതിക്കൽ ഒരു 13 സ്ത്രീകളും അവരെ പിന്തുണയ്ക്കാൻ ഒരു പൗരസമിതിയും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് പത്രമാധ്യമങ്ങളെല്ലാം ഓടിയെത്തി ഈ ചർച്ച കൂടുതൽ സജീവമാക്കുകയും
നോബിക്ക് ജാമ്യം കിട്ടാത്ത അവസ്ഥയിലേക്ക് ഈ സംഭവത്തെ എത്തിക്കുകയും ചെയ്യാമായിരുന്നു. അവിടുത്തെ ആ ഉയരുന്ന ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ ആ പണം ഉപയോഗിക്കപ്പെട്ടു. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഒരു തെറ്റാണ് അത് എന്ന് പറയേണ്ടി വരും. ഇപ്പൊ പല തെളിവുകളും പുറത്തു വരാറുണ്ട്. ഇപ്പൊ തന്നെ ഈ കുട്ടികളുടെ 18 മണിക്കൂറായിട്ട് ഭക്ഷണം കഴിച്ചില്ല എന്നൊക്കെയുള്ള പല കാര്യങ്ങളും വ്യക്തത വരാനുണ്ട്. മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊക്കെ ഇപ്പൊ പിന്നോട്ട് വലിയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ നമ്മളെപ്പോലുള്ള കുറച്ച് ചാനലുകൾ മാത്രമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളീയം പോലെയും കേരളീയ ന്യൂസ് പോലെയും അതുപോലെ തന്നെ ഹാർഡ് ഫാർമ പോലെയുള്ള കുറച്ച് ചാനലുകൾ മാത്രമാണ് ഇതിപ്പം ഡെയിലി ഇതുമായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള എല്ലാ മെയിൻ മാധ്യമങ്ങളും പിന്നോട്ട് വലിയുന്നതാണ് കാണുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ ഷൈനിക്ക് അപ്പം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഷൈനിക്ക് നീതി കിട്ടുമോ എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ആര് ചെയ്യുന്നു അതൊക്കെ ഇപ്പം ഷൈനിയുടെ ഭർത്താവിനും കുടുംബക്കാർക്കും എല്ലാം അനുകൂലമായിട്ട് വരുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ UK ചാരിറ്റബിൾ സൊസൈറ്റി അവർ സതുദ്ദേശത്തോടെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർ പോലും ഇപ്പം വിമർശനത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ അച്ഛൻ്റെ കയ്യിൽ നിന്നോ അവരുടെ കയ്യിൽ നിന്ന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം പറ്റിയിട്ട് കൊടുത്തിരിക്കുന്നത് പോലെയൊക്കെയാണ് ഇപ്പോൾ സംസാരം ഉണ്ടാകുന്നത്. പക്ഷേ ഇത് അവർക്കൊരു വളമായി മാറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇതൊരു വലിയൊരു വിഷയമായി മാറിയാണ്. ഇപ്പം ഈ ആശാ വർക്കേഴ്സിന്റെ സമരം പോലെയും ഒക്കെ വലിയൊരു സമരം പോലെ ആയി മാറേണ്ട സാഹചര്യത്തിലാണ് ഇത് നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെയിൻ സ്ട്രീം മാധ്യമങ്ങളെ അവർ ആദ്യമേ മൂടിക്കെട്ടി. കാരണം സഭയ്ക്ക് അധികാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ അധികാരം വെച്ചിട്ട് മെയിൻ സ്ട്രീം മാധ്യമങ്ങളെ എല്ലാം അവർ മൂടിക്കെട്ടി. ആദ്യമേ തന്നെ ഇവർ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ പിന്നോട്ട് മാറിയതാണ്. അതിനുശേഷം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തപ്പോഴാണ് അവർ വീണ്ടും ഓടി വന്ന് ക്യാമറയുമായി എത്തിയത്. അപ്പോൾ വീണ്ടും അതിന് ഒന്ന് രണ്ട് കാര്യം കാണിച്ചതിന് ശേഷം അവർ വീണ്ടും അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്പം മെയിൻ സ്ട്രീം മാധ്യമങ്ങളെ മൂടിക്കെട്ടി. ഇപ്പം ഹാർഡ് ഫാർമർക്ക് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു വീഡിയോ കട്ട് ചെയ്യുകയും അവരുടെ എന്തൊക്കെയോ ചാനലിൽ പ്രശ്നമാക്കുകയൊക്കെ ചെയ്തെന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ ഞങ്ങളാണ് ഇപ്പം നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളുമായിട്ട് നീതി തേടി പോകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മാർഗത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പം ഞങ്ങൾക്ക് വരുന്ന ഫോൺ കോളുകളിലൊക്കെ ഞങ്ങൾക്ക് അഭിമുഖം തന്ന ആൾക്കാരോട് സഭ നേരിട്ട് പറയുകയാണ്, നിങ്ങൾ അവരോട് പറഞ്ഞിട്ട് അത് പിൻവലിപ്പിക്കുമെന്ന്. കഴിഞ്ഞ ദിവസം ഒരു ആള് വളരെ കൃത്യമായി അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിനെ കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഫോൺ ഓണാക്കിയ ഉടനെ അദ്ദേഹം വിളിക്കുക, അതൊന്ന് കട്ട് ചെയ്യണം, സഭയെ ഞാൻ നിർത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോണി, അതൊന്ന് പറയാമോ? ഒരു വ്യക്തി വളരെ അവിടുത്തെ ഷൈനിയുടെ ഭർത്താവിന്റെ വീട്ടിൽ നടന്ന സാഹചര്യങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ഈ വൈദികരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ തുറന്ന് സംസാരിച്ച ഒരു വ്യക്തിക്ക് ഇപ്പം ആ നാട്ടിൽ ജീവിക്കാൻ മേലാത്തൊരവസ്ഥയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പം നമ്മൾ ഫോൺ തുറന്നു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ വിളിക്കുകയാണ്, ഈ വീഡിയോ എങ്ങനെയെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണം, എനിക്ക് ഒരുപാട് ഭീഷണി വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് തോന്നുന്നത് ഷൈനിയോടും മക്കളോടും. കാരണം ഒരുപാട് പേര് ഷൈനിക്കും മക്കൾക്കും ഒക്കെ വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ പലരെയും ഇപ്പം അവർക്ക് വേണ്ടി ഇറങ്ങുന്ന പലരെയും നിരുത്സാഹപ്പെടുത്തുന്ന പിന്തിരിപ്പിക്കുന്ന ഒരു ശ്രമം ഇതിൻ്റെ ഇടയിൽ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാതിരിക്കാൻ പറ്റാത്തത്. ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സ് സാർ വിചാരിക്കുന്നുണ്ടോ സ്ത്രീകൾക്ക് പൈസ കൊടുത്തില്ലായിരുന്നെങ്കിൽ അവർ ഈ സമരമായിട്ട് രംഗത്ത് വരില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? തൊടുപുഴയിൽ തീർച്ചയായിട്ടും അവർക്ക് കോടതി പോകാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും അവരുടെ പഠിക്കലേക്ക് നീങ്ങി വരുന്നത്. അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ഒക്കെ അതിനകത്ത് കൂടെ നിൽക്കുകയും ചെയ്തേനെ. നാട്ടുകാരൊക്കെ അയൽവാസികളൊക്കെ നിന്നേനെ. കാരണം അവർക്ക് ഒരു ആ ചേരി കുടുംബത്തിനെതിരെ ഒരു സംഘടനാ ശക്തി ഉണ്ട് എന്ന് തെളിയിച്ചതായിരുന്നല്ലോ. അവരുടെ ശവസംസ്കാര ചടങ്ങിലേക്ക് ആരും എത്തി നോക്കാതെ നേരെ പള്ളിയിൽ പോയി ബോഡി കാണാനായിട്ട് നിന്നത്. അപ്പോൾ അത് അവർക്ക് തീർച്ചയായിട്ടും ഈസിയായിട്ട് സാധിക്കുന്നതായിരുന്നു. ഈ സ്ത്രീകളെ മുന്നിൽ വെച്ച് മാത്രം ചെയ്താൽ മതിയായിരുന്നു. ഏതായാലും ബോബി അച്ഛൻ പുറകിൽ നിന്ന് കളിച്ചതാണെങ്കിൽ നല്ല കളിയാണ് എന്ന് അച്ഛനോട് പറയുകയാണ്. അച്ഛനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നല്ല കളിയാണ് അച്ഛൻ കളിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹാർഡ് ഫാർമർക്കെതിരെ കേസ് കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ കളികളൊന്നും ഏക്കത്തില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും തളയ്ക്കാൻ കഴിയില്ല. ഞങ്ങൾ പോകുന്നത് ഒരു വ്യക്തിക്കെതിരെയല്ല. ഞങ്ങളൊരു പെൺകുട്ടിക്ക് മർദ്ദിച്ച് അവശരാക്കി ഇങ്ങനെ ആക്കി തീർത്ത് കുര്യാക്കോസ് മോളെ വീട്ടിൽ നിന്ന് ഭാര്യ എടുത്താണ് വണ്ടിയിൽ വെച്ച് കൊണ്ടുപോയത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇറങ്ങാൻ വയ്യാത്ത അന്തരീക്ഷത്തിലായിരുന്നു. എന്നിട്ട് പോലീസുകാർ ഇത് എഴുതിക്കൊണ്ട് വന്നിട്ട് വണ്ടിയിലിരുന്നാണ് ഷൈനിയെ കൊണ്ട് ഒപ്പിടിച്ചത്. കാർ മുഴുവൻ ബ്ലഡായിരുന്നു എന്ന് പറയും. അപ്പോൾ 3 പ്രാവശ്യം സിസേറിയൻ വഴി ഓപ്പറേഷൻ നടത്തി കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സമ്മാനിച്ച ആ സ്ത്രീയുടെ വയറ് ചവിട്ടിപ്പൊളിച്ച് അവരെ മൃതപ്രായയാക്കി 10 ദിവസം അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെച്ചിട്ട് നിങ്ങളെയൊക്കെ അനുകൂലിക്കണമെങ്കിൽ ഞങ്ങളൊക്കെ മനുഷ്യരല്ലായിരിക്കണം. അതുകൊണ്ട് നിങ്ങളോട് ആരൊക്കെ പുറത്താലും ദൈവം നിങ്ങളോട് പൊറുക്കില്ല. നിങ്ങൾക്ക് ഇതിനുള്ള തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും. ഇപ്പം നമ്മുടെ ഒരു വീഡിയോ ഇറങ്ങി കഴിഞ്ഞപ്പം ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചു. ഷൈനിയുടെ കല്ലറയെ ഗ്രാനൈറ്റ് ഇല്ല, കുട്ടികളുടെ കല്ലറയെ ഗ്രാനൈറ്റ് ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും കല്ലറയെ ഗ്രാനൈറ്റ് ഇടുന്നത് കണ്ടു. ഇതിനാരാണ് പണം കൊടുത്തത് എന്നൊരു ചോദ്യം ചോദിക്കുന്നത് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇതിനാരെങ്കിലും കാശ് മുടക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാശ് മുടക്കാൻ അവിടെ ആളുള്ളപ്പോൾ
ഈ വനിതകൾക്ക് കൊടുക്കാനുള്ള കാശ് അവർക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. കൊടുത്തില്ലെങ്കിൽ ഈ വനിതകൾ അവിടെ മുന്നിട്ടിറങ്ങിയിരുന്നെങ്കിൽ ഒരുപാട് 1000 സ്ത്രീകൾ തൊടുപുഴയെന്ന് ഈ വനിതകൾക്ക് അനുകൂലമായിട്ടും ഷൈനിക്കും കുട്ടികൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നേനെ. അത് വലിയൊരു ബഹുജന പ്രക്ഷോഭമായി മാറിയാനെ. അപ്പം ഇപ്പം ഇതെല്ലാം എരിഞ്ഞടങ്ങുന്ന പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ഒരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.